അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, എങ്ങനെയാണ് നമ്മൾ ഗിയർ ഇട്ട് ഓടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഗിയറിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഗിയർ ഉണ്ട്. അതാകുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി പോകും, ബ്രേക്ക് ചെയ്യുമ്പോൾ നിൽക്കും. അവിടെ ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ. പക്ഷേ വിത്ത് ഗിയർ ആകുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് ക്ലച്ച് കൂടെ ഉണ്ട്. ഈ ക്ലച്ചിനെ നമ്മൾ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗിയർ ഇടുന്നത്. അപ്പം ഗിയറുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ഒരു വണ്ടിയെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ആ വണ്ടിയെ ന്യൂട്രലാക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വണ്ടി ന്യൂട്രലാണെന്ന് അറിയാൻ ഈ വണ്ടി ഇങ്ങനെ ഉരുട്ടി നോക്കണം. അപ്പോൾ വണ്ടിയെ ഉരുട്ടി നോക്കുമ്പോൾ വണ്ടി ഉരുളുന്നു എങ്കിൽ അർത്ഥം എന്താണ്, ന്യൂട്രലാണെന്നാണ്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ ഗിയർ ഇടുന്നതാണ്, എൻ്റെ ഈ കാല് നോക്കണം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചവിട്ടിയിട്ട് കാലെടുക്കുമ്പോഴാണ് ഒരു ഗിയർ വീഴുന്നത്. ഒരു പ്രാവശ്യം ചവിട്ടിയിട്ട് എടുത്തു, ഒരു ഗിയർ വീണു. വീണ്ടും ചവിട്ടി എടുത്തു, അടുത്ത ഗിയർ വീണു. വീണ്ടും ചവിട്ടി എടുത്തു, അടുത്ത. ഇങ്ങനെ നമ്മൾ ചവിട്ടി 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 അങ്ങ് താഴെ ചവിട്ടി എടുക്കുമ്പോൾ ന്യൂട്രലായി. അപ്പോൾ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയാണ്. അപ്പോൾ ഓരോ ഗിയറിലും ഓരോ വാഹനത്തിലും, അതായത് ഓരോ ബൈക്കിലും വ്യത്യസ്തമായ ഡയറക്ഷനിലാണ് ഫസ്റ്റ് ഗിയറിൻ്റെ പൊസിഷൻ. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന വണ്ടിയിലെ ഗിയർ എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ട് ഓടിക്കുമ്പോൾ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന പാഷൻ പ്രോയാണ്. പാഷൻ പ്രോയിൽ ചവിട്ടി 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 അങ്ങ് താഴെ എത്തുമ്പോൾ എന്തായി കഴിഞ്ഞു, ന്യൂട്രലായി. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ ചവിട്ടി ന്യൂട്രലായെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇടാൻ നമ്മൾ ഉപ്പൂറ്റി കൊണ്ട് പിറകെ ഒരു പ്രാവശ്യം ചവിട്ടി കാലെടുത്തു. ഒന്നുകൂടെ ചവിട്ടി കാലെടുത്തു, സെക്കൻഡ് ഗിയറായി. ഒന്നുകൂടെ ചവിട്ടി കാലെടുത്തു, തേർഡ് ഗിയറായി. ഒന്നുകൂടെ ചവിട്ടി കാലെടുത്തു, ഫോർത്ത് ഗിയറായി. അപ്പോൾ ഫോർത്ത് ഗിയറിൽ നിന്ന് തേർഡ് ആക്കണമെങ്കിൽ നമ്മൾ മുൻപിൽ ചവിട്ടണം. ഒന്ന് ചവിട്ടി കാലെടുത്തു, തേർഡ്. ഒന്നുകൂടെ ചവിട്ടി കാലെടുത്തു, സെക്കൻഡ്. ഒന്നുകൂടെ ചവിട്ടി കാലെടുത്തു, ഫസ്റ്റ്. ഒന്നുകൂടെ ചവിട്ടി കാലെടുക്കുമ്പോൾ ന്യൂട്രൽ. അപ്പോഴത്തേക്ക് വണ്ടിക്കകത്ത് വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് പാനലിൽ ഒരു പച്ച ലൈറ്റും കത്തും, ഒരു പ്രത്യേക സൗണ്ട് കേൾക്കും, ക്ലിക്ക് എന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ വണ്ടിയെ കൊണ്ട് നിർത്തിയാലും ഇതുപോലെ ചവിട്ടി 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 ന്യൂട്രലാണെന്ന് ഉറപ്പാക്കണം. ന്യൂട്രലാക്കിയിട്ട് ഉറപ്പാക്കിയിട്ട് മാത്രമേ പിറകെ ഒരു ചവിട്ടി ചേട്ടാവും, ഫസ്റ്റ് ഗിയറായി. നമ്മൾ ഡൗട്ട് കൊണ്ട് ഗിയർ വീണില്ലേ എന്നും വേണ്ടി വീണ്ടും ചവിട്ടി കൊടുത്താൽ രണ്ടാമത്തെ ഗിയറായിട്ട്. പക്ഷേ നമ്മൾ ചവിട്ടി ന്യൂട്രലാക്കുമ്പോൾ കമ്പ്ലീറ്റ് താഴ്ന്നില്ലെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ആയിരിക്കും നിൽക്കുന്നത്. നമ്മൾ ഒന്നുകൂടെ ചവിട്ടുമ്പോൾ സെക്കൻഡ് ആവും. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ചവിട്ടി 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 ന്യൂട്രലാണെന്ന് ഉറപ്പാണ്. ഇത്രയും ഐഡിയ കിട്ടിയ ഇനി അടുത്ത വണ്ടിയിൽ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഗിയറിൽ വർക്ക്. അതിൽ നമ്മൾ ഗിയർ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് എടുത്തു, ഒന്നുകിൽ ഫ്രണ്ടിലുള്ള കണ്ട ഇവിടെ ചവിട്ടിയാണ് ഗിയർ ഇടുന്നത്, അല്ലെങ്കിൽ ഉപ്പൂറ്റി കൊണ്ട് പുറകിൽ ചവിട്ടും. അപ്പോൾ ഞാൻ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വണ്ടിയെ ഞാൻ ഉരുട്ടി നോക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ചെയ്തു, അപ്പോൾ വണ്ടിയെ ഉരുട്ടി നോക്കുകയാണ്. അപ്പോൾ വണ്ടി ഉരുളുന്നു എങ്കിൽ അർത്ഥം എന്താണ്, ന്യൂട്രലാണ്. അങ്ങനെ നമുക്ക് വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ന്യൂട്രലാണെന്നുള്ളത് കൊണ്ട് ഞാൻ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ആദ്യം ക്ലച്ച് പിടിച്ച് പുറകെ ഒരു ചവിട്ട്. ഏത് ഗിയറായി, ഫസ്റ്റ്. ഒന്നുകൂടെ ചവിട്ടി എന്തായി, സെക്കൻഡ്. ഒന്നുകൂടെ ചവിട്ടി എന്തായി, തേർഡ്. ഒന്നുകൂടെ ചവിട്ടി ഫോർത്ത്. ഇനി മുൻപിലോട്ട് ഒന്ന് ചവിട്ടി തേർഡ്, ഒന്നുകൂടെ ചവിട്ടി സെക്കൻഡ്, ഒന്നുകൂടെ ചവിട്ടി ന്യൂട്രൽ, ഒന്നുകൂടെ ചവിട്ടി ന്യൂട്രൽ. ശരിയില്ല. അപ്പോൾ എന്തെങ്കിലും കാരണത്തിലുള്ള ഗിയർ ഇടുമ്പോൾ വണ്ടി ഗിയർ വീഴുന്നില്ലെങ്കിൽ വണ്ടി ഒന്നിങ്ങനെ അനക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാനുള്ളത്, ഗിയർ ഇടാനുള്ളത്. അല്ല, ആ ഗിയർ വീഴുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഞാനിപ്പോൾ എൻജിൻ ഓഫ് ചെയ്യാം. ആ ഗിയറിൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചോണം. ഒന്നുകൂടെ ആയി, ഇപ്പം ന്യൂട്രലായി. വണ്ടി മൂവ് ചെയ്യുക. വീണ്ടും ഫസ്റ്റ് ഗിയറായി. വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ അനക്കിക്കൊണ്ട് സെക്കൻഡ്, വീണ്ടും ഒന്നുകൂടെ തേർഡ്, ഫോർത്ത്. മുൻപിലോട്ട് തേർഡ്, വീണ്ടും ഒന്നുകൂടെ സെക്കൻഡ്, വീണ്ടും ഒന്നുകൂടെ ഫസ്റ്റ്, ഒന്നുകൂടെ ന്യൂട്രൽ. ആ ന്യൂട്രലിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആയിരിക്കും ഉള്ളത്. ഇത്രയും കാര്യം പിടി കിട്ടിയാൽ ഓക്കെ. മുമ്പിലോട്ട് ഉരുണ്ടിട്ട് ന്യൂട്രലാണ്. ക്ലച്ച് പിടിക്കൂ, ഫസ്റ്റ് ഗിയർ. അപ്പോൾ വണ്ടി അങ്ങോട്ട് ചരിച്ച് വെച്ചോണം, അപ്പോൾ വീഴില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് ചരിച്ച് വയ്ക്കും. യെസ്, ഫസ്റ്റ് ഗിയർ ആയി. സെക്കൻഡ് ഗിയർ കറക്റ്റ്. തേർഡ് ഗിയർ വെരി ഗുഡ്. ഒന്നുകൂടെ ഫോർത്ത് ഗിയർ, ഫോർത്തായി. വണ്ടി ഒന്ന് അനക്കണം, അപ്പോഴാണ് ഗിയർ വീഴുന്നത്. കറക്റ്റ്. ഇനി മുൻപിലോട്ട് ഒരു ഗിയർ, തേർഡ്. ഒന്നുകൂടെ അനക്കൂ,
സെക്കൻഡ്. ആ ഒന്നുകൂടെ അനക്കൂ. ആ ഒന്നുകൂടെ വണ്ടി അനക്കൂ. ആ ഒന്നുകൂടെ ചവിട്ടു. ന്യൂട്രൽ. ന്യൂട്രലേ? ഓക്കെ. വണ്ടി ഒന്ന് ക്ലച്ച് വിട്ടിട്ട് ഉരുട്ടി വാങ്ങിയാൽ ന്യൂട്രലായി. പിടികിട്ടിയ ക്ലച്ച് കൺട്രോൾ അറിയാമല്ലോ. എപ്പോഴും വണ്ടി മൂവ് ചെയ്യുമ്പോഴും വണ്ടിയെ മൂവ് ചെയ്യുന്ന ഭാഗത്ത് ക്ലച്ചിനെ കൺട്രോൾ ചെയ്യാം. ഇപ്പം ന്യൂട്രലാണ്. ശരി. ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ചെയ്യും. ഓൺ ചെയ്താ പച്ച ലൈറ്റ് കത്തിയിരിക്കുകയല്ലേ? അപ്പോൾ ഈ കാല് ഇങ്ങോട്ട് വയ്ക്കൂ, അകറ്റി വയ്ക്കൂ, താഴെ വയ്ക്കൂ, താഴെ തറയിൽ. എന്നിട്ട് ആ കാലുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കിക്കറിൻ്റെ പുറത്ത് കാല് വയ്ക്കൂ. വണ്ടി ഇങ്ങോട്ട് ചരിച്ച് വയ്ക്കണേ. അപ്പോഴേ വണ്ടി കംഫർട്ടബിളായിട്ട് നിൽക്കുള്ളൂ. ഇത് കിക്കർ നമ്മൾ ചവിട്ടുമ്പോൾ കിക്കറിൻ്റെ പകുതി വരെ പിടുത്തമില്ലാതെ നിൽപ്പുണ്ട്. അപ്പോൾ ആ പിടുത്തമില്ലാതെ കഴിഞ്ഞാൽ പിടുത്തം വരുന്ന ഭാഗം ഉണ്ടല്ലോ, പകുതി അവിടെ വെച്ച് ഒരൊറ്റ ചവിട്ടാണ്. കാലെടുക്കരുത്. ചവിട്ടു. ക്ലച്ച് വിട്ടിട്ട് ചവിട്ടിയിട്ടേ കാലെടുക്കാം. കറക്റ്റ്. ഒന്നുകൂടെ. വെരി ഗുഡ്. ഒരല്പം ആക്സിഡൻറ്റ് വെച്ചോ. അത്രയും വേണ്ട. ഒരല്പം ആക്സിഡൻറ്റ് കൊടുത്തു നോക്കി ശക്കല. അത്രയും വേണ്ട. ഒരല്പം കൂടെ. പിടിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ വെളിയിലോട്ട് തന്നെ നോക്കണം. നോക്കിയല്ലോ.